ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഹോം ടൂർ കാണാം കേട്ടോ. ബ്രദറിൻ്റെ വീഡിയോ ആണ്. ഹൗസ് വാമിങ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ എടുത്തതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്. ഇവിടെയാണ് നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൗസ് വാമിങ്ങിന് വന്ന എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു മെയിൻ പ്ലേസ് ആയിരുന്നു കേട്ടോ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇരിക്കാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. വോള് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൽ ആ ഒരു വൈറ്റ് കാണുന്നത് അവിടെ നമുക്ക് ലൈറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് പണികളോടെ ബാക്കിയുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഒരു ഡോറുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ്സാണ് ഫുള്ള്. ആ കാണുന്നത് നമ്മുടെ വെള്ളമാണ് കേട്ടോ, നമ്മുടെ കിണറാണ്. ഗേറ്റ്, ഇവിടെ നമ്മൾ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ മോട്ടർ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ട് വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇതുപോലെയാണ് ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് ആ ഡോറിൽ നിന്ന് അങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്ത് ഡൈനിങ് ടേബിൾ വരും കേട്ടോ. ഡൈനിങ് ഏരിയ ആണ്. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഫോക്കസ് ലൈറ്റുകളാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ. സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് എല്ലാ റൂംസിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രദർ തന്നെ ഓൺ ഡിസൈനാണ് കേട്ടോ. ആൾ തന്നെ കണ്ടുപിടിച്ച ഡിസൈൻസാണ്. ഇത് നമുക്ക് ആ റൂമിൽ തന്നെയുള്ള വാഷ് ബേസിനാണ്. ഗോൾഡൻ കളറാണ് ഇവിടുത്തെ ഒരു മെയിൻ തീം തന്നെ. ഗോൾഡൻ കളർ വെച്ചിട്ടാണ്. ഇനി അവിടെ ബാത്റൂമുണ്ട്. ബാത്റൂമിലും എഗെയിൻ ഗോൾഡൻ കളർ തന്നെയാണ് എല്ലാം. നമ്മുടെ കണ്ടോ, ഇത് വാൾ മൗണ്ടഡ് ആണ്. ഹാൻഡ് ഷവർ ആണെങ്കിലും എല്ലാം ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈല് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ടൈല്. ഒരു നല്ലൊരു കളറാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഒരു കണ്ടോ ഫ്ലോറ് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം ക്ലോസ് ചെയ്യാം. ഇനി ഇതാണ് ഒരു ഡൈനിങ് ഏരിയ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്കൊരു ഡൈനിങ് ടേബിൾ വരും. ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. അത് ശരിക്കും നമ്മുടെ കോർട്ട്യാർഡിൻ്റെ അവിടെ തന്നെയാണ്. ഫ്ലോറ് നല്ലൊരു ബ്ലാക്കും വൈറ്റും കൂടി വരുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അധികം എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും അറിയേണ്ടുന്നവർ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ. അതിലുമുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസസ് ഒരുപാടുണ്ട്. ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ബാത്റൂമാണ്. ഡൈനിങ് ഹാളിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് നമ്മൾ കാണിച്ച ആ ബാത്റൂമിൻ്റെ സെയിം ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്.
ടൈൽസ് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. കോർട്ട്യാർഡിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. താഴെ ലൈറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ഓരോന്നും ഓരോ രീതിയാണ് കേട്ടോ. നമുക്ക് സ്വിച്ച് അതിൻ്റെ അനുസരിച്ച് ഓണാക്കാം. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് കണ്ടോ, ഇതിന്ന് ഇങ്ങനെ വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ് അത്. അങ്ങനെ ഓരോന്നും ഓരോ രീതിയാണ്. ഓരോ ബട്ടൺസ് പ്രസ് ചെയ്താൽ ഓരോടത്തേക്കാണ് വെള്ളം വരിക. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും വാഷ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ കപ്പിലൊക്കെ എടുത്തിട്ട് വേണമല്ലോ സിങ്കൊക്കെ വാഷ് ചെയ്യാൻ. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗ ഓവനും കൂടി ഒരുമിച്ചാണ്. ഇതിൻ്റെ താഴെ തന്നെ ഓവൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റൗവും അവനും ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വർക്കിംഗ് കിച്ചണിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കാനാണെങ്കിൽ അവിടെ സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ, അതിൽ നമുക്ക് ലിക്വിഡ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് പുറത്തേക്കുള്ള ഡോറാണ്. കണ്ടോ, കിച്ചണിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഇറങ്ങാൻ. കണ്ടോ, ഇവിടെ നമുക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഒരു 2 റൂമും ബാത്റൂമും കിച്ചണുമാണ്. സിമ്പിളായിട്ടുള്ളൊരു ഔട്ട് ഹൗസ് കൂടി ഉണ്ട്. ഇനി നമുക്ക് സ്റ്റോർ റൂം കാണാം. വർക്കിംഗ് കിച്ചണിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് ഡോറ്. നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റൂം. സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ്. സെയിം, കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ.
ബാത്റൂമാണ്. സെയിം നമ്മൾ മുന്നേ കണ്ട ബാത്റൂംസ് പോലെ തന്നെയാണ്. വാഷ് ബേസിൻ ഉണ്ട് ഇതിൽ. ഇവിടെയാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്ന ആ ഒരു വാൾ കണ്ടോ, അത് സ്റ്റോണാണ്. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് പോകുന്നതാണ്, നമ്മുടെ കോർട്ട്യാർഡിൻ്റെ അവിടെ നിന്ന് തന്നെ. ഇത് ഒരു സ്റ്റോണാണ്, നല്ലൊരു ഗ്ലേസിംഗ് ആണ്. ക്യാമറയിൽ അത് എത്രത്തോളം കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. അതങ്ങ് സ്റ്റെയറിൻ്റെ മുകളിൽ വരെ ആ ഒരു വാൾ കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണ്. ഇവിടെയാണ് TV സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറുന്ന ഉടൻ തന്നെ. ഇനി നമുക്ക് അകത്തേക്കൊരു ഗ്ലാസ് റൂമാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. സ്ലൈഡിങ് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്, ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ്. ഗ്ലാസ് ഡോറാണ് അവിടെ. നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നമ്മളൊരു വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഈ സൈഡിൽ നമുക്ക് ചെടികളൊക്കെ വയ്ക്കാൻ പറ്റും. ഈ റൂഫും എല്ലാം ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെ നിന്നൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് ഫുള്ള് ഗ്ലാസ് ആണ്. മുകളിലും എല്ലാം ഫുൾ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്, ഫുൾ ഗ്ലാസ് റൂമാണ്. ഇനി നമ്മളിവിടെ ഒരു വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലൈഡിങ് ഡോർസ് ആണ് കേട്ടോ, ഗ്ലാസിൻ്റെ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാം. കണ്ടോ, അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി.
ഇതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ്. റൂഫ് ഫുള്ള് ഗ്ലാസ്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മുകളിലത്തെ ഫ്ലോറിൽ പോകുമ്പോൾ കാണിച്ചു തരാം, ഈ സ്റ്റെപ്പ് എവിടെയാണ് ചെല്ലുന്നതെന്നുള്ളത്. നമുക്ക് തിരിച്ച് താഴെ തന്നെ വരാം. ഇത് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റേഴ്സാണ്. സ്റ്റെയറിൽ നമ്മുടെ ഈ ഗ്ലാസ് വർക്ക് ഉണ്ട്, സൈഡിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് വർക്ക് പെയിൻറ്റിങ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഈ ഗ്ലാസ് വർക്ക് കുറച്ച് പെയിൻറ്റിങ് ആണ്. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ ബെഡ്റൂമാണ് കാണുന്നത്. എല്ലാം ബ്രദറിന് തന്നെ ആൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാം ഡിസൈൻ ചെയ്തൊക്കെ ആൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. ബാത്റൂം സെയിം ആണ്, നമ്മുടെ എല്ലാ ബാത്റൂമിൻ്റെയും പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ബെഡ്റൂംസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെയും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ കോർട്ട്യാർഡിൽ നിന്നുള്ള വോളാണ് ആ കാണുന്നത്. ഇത് ഓപ്പൺ ടെറസാണ്. കണ്ടോ, നമ്മുടെ കോർട്ട്യാർഡിൽ ആ ഒരു വോളുണ്ടല്ലോ, അത് ഇവിടെ വരെ, അതായത് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ മുകളിൽ ഗ്ലാസ് ആണ് കേട്ടോ, മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ കോർട്ട്യാർഡിലെ വോളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ വരെയുള്ളൂ, അത് മുകളിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് അഗെയിൻ ഒരു ബെഡ്റൂമാണ് അത്. ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വോളിലൊക്കെ കുറച്ച് എക്സ്ട്രാ വർക്ക് ഉണ്ട്. മുകളിലും ഉണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. സെയിം ബാത്റൂം. കണ്ട, റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ലോൺ കാണാം. ഇനി ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡോറുണ്ട്, പുറത്തേക്കൊരു ഡോറുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് തുറക്കുമ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പുറത്തേക്കൊരു ഡോറാണ്. അത് തുറന്നു കഴിഞ്ഞാൽ
ഇവിടെ ഇനിയൊരു ഗ്ലാസ് കൂടി വരും കേട്ടോ സൈഡിൽ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് റൂം ഞാൻ കാണിച്ചിരുന്നല്ലോ, കണ്ടോ? പുറത്തേക്കുള്ള വാട്ടർഫോൾസ് കാണിച്ചിരുന്നില്ലേ, ആ ഒരു ഏരിയ ആണത്. മുകളിൽ ഫുള്ള് ഗ്ലാസ്സാണ്. നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ചെല്ലുന്നതാണ് നമ്മുടെ ഗ്ലാസ് റൂം. ഫുള്ളൊരു ഗ്ലാസ് റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, താഴത്തെ പോലെ തന്നെ. അപ്പോൾ അതാണിത്, കണ്ടോ? ഫുള്ള് ഗ്ലാസിൻ്റെ റൂഫ് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ താഴെ നിന്നുള്ള നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു സ്റ്റെയർ ഉണ്ടായിരുന്നല്ലോ. ഈ സ്റ്റെയർ വന്ന് കയറുന്നത് ഈ റൂമിലേക്കാണ്, കണ്ടോ? ഈ റൂമിലേക്ക് വന്ന് കയറുന്ന സ്റ്റെയറാണ് നമ്മുടെ താഴെ കൊടുത്തിരുന്നത്. ഇത് ഫുള്ള് ഗ്ലാസ്സാണ്, റൂഫെല്ലാം ഗ്ലാസ് തന്നെയാണ്. ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഓപ്പൺ ടെറസ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബെഡ്റൂം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പൺ ടെറസാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിറച്ച് മാങ്ങ ഉണ്ട്. ഇത് നമ്മുടെ ഔട്ട് ഹൗസാണ്. ഇനി മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലുണ്ട്. കാരണം നമ്മൾ മുകളിൽ ഗ്ലാസ് ഒക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരാം. കണ്ടോ? ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ തന്നെ നമ്മുടെ പൂജാ റൂമാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫുള്ള് ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ലോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല കേട്ടോ. ഇത് പേൾ ഗ്രാസ് ആണ്. ഇത് നമ്മുടെ കിച്ചൻ്റെ സൈഡാണ്. അങ്ങോട്ട് പോയാൽ കിച്ചണാണ്. ഇത് കണ്ടോ? ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇവിടെ. ഇത് നമ്മുടെ കിണറാണ്, പക്ഷേ അതൊരു നല്ല ഡിസൈൻ അല്ലേ. ഇതും ബ്രദർ തന്നെ പറഞ്ഞു കൊടുത്തൊരു ഡിസൈനാണ്. ഞാനൊരു ലൈറ്റുള്ള പകൽ വെളിച്ചത്തിലെടുത്ത് നമ്മുടെ ഡേ ടൈമിലെടുത്തൊരു പിക്കാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ നൈറ്റിലാണ് എടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് അത്രയും അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എക്സ്ട്രാ അതിൽ ഒരു ഫോട്ടോ ജസ്റ്റ് ആഡ് ചെയ്തത്. കാരണം സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ്. കിണർ ഒരിക്കലും നമ്മൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പുറത്ത് നമ്മുടെ ഗേറ്റിന് പുറത്തുള്ള റൈറ്റ്സ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു ഡിസൈൻ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.